യുകെയിൽ നിങ്ങൾ ഒരു മോർഗേജ് ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കണേ. നമുക്കറിയാം ഇന്നലെ ഇൻഫ്ലേഷൻ രാജ്യത്തിന്റെ 2% ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റും കുറയുമെന്ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 16 വർഷത്തെ ഏറ്റവും ഹൈയിൽ തന്നെ ഇപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തേക്കാണ് 5.25%. ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമുക്കറിയാം ഇൻഫ്ലേഷൻ കുറയുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കുറയേണ്ടതാണ്. ഇൻഫ്ലേഷൻ കൂടിയിരിക്കുമ്പോഴാണ് ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവർ കൂട്ടാത്തതിന് ഒരു കാരണമായിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 4 ജനറൽ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ആ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഏത് പാർട്ടിയാണ് വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൽക്കാലം കുറയ്ക്കാതെ പറഞ്ഞത്. ഇപ്പൊ ഹോപ്പ്ഫുള്ളി ഓഗസ്റ്റിൽ അത് കുറയുമെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും ബേസ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം ഇപ്പോൾ 5.25 ആണ്. അപ്പൊ നമ്മൾ ബോറോയിങ്ങിന് പോണവരാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സേവേഴ്സിന് അത് അനുഗ്രഹമാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ മോർഗേജ്, ഇപ്പൊ ഫിക്സ്ഡ് മോർഗേജ് ഒക്കെ ആണെങ്കിൽ തീരാറായിരിക്കണം.